ഈ അഭിമാൻ മരുന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം സസ്യങ്ങളുടെ വേരുകളുടെ വികസനം നല്ല രീതിയിൽ സംഭവിക്കുന്നു. വേരുകൾ ശക്തമായി വികസിക്കുന്നു. കൂടാതെ ഇത് സസ്യത്തിന്റെ മുഴുവൻ വളർച്ചയെയും പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സസ്യങ്ങളെ നോക്കിയാൽ വേരുകളുടെ വളർച്ചയും മുകളിലുള്ള ചെടിയുടെ വളർച്ചയും നല്ല നിലയിലാണെന്ന് വ്യക്തമാണ്. ഏകദേശം 45 ദിവസത്തിനു ശേഷം ചെടി പൂക്കാൻ തുടങ്ങുമ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ FL77 എന്ന മരുന്ന് ഉപയോഗിക്കുന്നു. പൂവിടുന്നതിനും പിന്നീട് കായ്കളുടെ രൂപീകരണത്തിനും കായ്കളുടെ വലുപ്പം, ഗുണനിലവാരം, നിറം എന്നിവ നല്ല രീതിയിൽ ലഭിക്കുന്നതിനും ഈ മരുന്ന് വളരെയധികം സഹായിക്കുന്നു. ഈ രീതിയിൽ ഈ രണ്ട് മരുന്നുകളും ശരിയായ സമയത്ത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ കൃഷി തുടരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മുളക് കൃഷിയിൽ ആദ്യ വിളവെടുപ്പിൽ ഞങ്ങൾക്ക് 2 കെട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. രണ്ടാമത്തെ വിളവെടുപ്പിൽ ഏകദേശം 3 കെട്ടുകൾ ലഭിച്ചു. എന്നാൽ ഈ വർഷം FL77 ഉപയോഗിച്ചതിനു ശേഷം ആദ്യ വിളവെടുപ്പിൽ തന്നെ എനിക്ക് 3 കെട്ടുകൾ ലഭിച്ചു. അതുപോലെ രണ്ടാമത്തെ വിളവെടുപ്പിൽ എനിക്ക് 5 മുതൽ 6 വരെ കെട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങളുടെ വിളവ് ഗണ്യമായി വർദ്ധിച്ചുവെന്നതിൽ സംശയമില്ല. ഈ വർഷത്തെ കായ്കൾ ഗുണനിലവാരം നോക്കിയാൽ വ്യത്യാസം വ്യക്തമാണ്. എന്റെ കർഷക സുഹൃത്തുക്കൾക്ക് നമസ്കാരം. എന്റെ പേര് സേവ്യർ. ഞങ്ങൾ രാമനാഥപുരം ജില്ലയിലെ മുതുകുളത്തൂർ താലൂക്കിലെ മതിരുന്തൽ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മുഴുവൻ കുടുംബവും ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ രാമനാഥപുരം ജില്ല വരണ്ട പ്രദേശമാണ്. ഇവിടെ ജലലഭ്യത പരിമിതമാണ്. മുളക് കൃഷി, പ്രത്യേകിച്ച് കുണ്ടുമുളക് എന്ന നാടനിനം, അത്തരം സ്ഥലങ്ങളിൽ വളരെ ജനപ്രിയമാണ്. സാധാരണയായി ഞങ്ങൾ ഈ മുളക് വിള സെപ്റ്റംബറിൽ നടുകയും ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം ഞങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. തൽഫലമായി മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങൾ മാറി, മണ്ണ് മലിനമായി, അതിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു. അതിനാൽ ഈ വർഷം പുതിയ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അക്കാലത്ത് പ്രകൃതിദത്തമായ രീതിയിൽ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല ആശയമുണ്ടായിരുന്നു. അതനുസരിച്ച് ആദ്യം ഞങ്ങൾ നിലം നന്നായി ഉഴുതുമറിച്ചു, മണ്ണിനെ മൃദുവും ഫലഭൂയിഷ്ഠവുമാക്കി. ഈ വ്യത്യസ്തതരം മുളക് വിത്തുകൾ ഞങ്ങൾ തന്നെ സംഭരിച്ച നാടൻ വിത്തുകളാണ്. ഞങ്ങൾ അവ സ്വയം വളർത്തുന്നു. അവയിൽ നിന്ന് വിത്തുകളെടുത്ത് അടുത്ത സീസണിൽ ഉപയോഗിക്കുന്നു. ഈ 2 ഏക്കർ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച് ഒരു മാസത്തിനുള്ളിൽ യൂട്യൂബിൽ കണ്ടപ്പോൾ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങളിൽ ഒന്നായ അഭിമാനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഉടൻ തന്നെ അവരെ ബന്ധപ്പെടുകയും അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് വാങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ വയലിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇല്ല. കനാലുകളിലൂടെ തുറന്ന ജലസേചനത്തിലൂടെ വെള്ളം ലഭ്യമാണ്. രാമനാഥപുരം ജില്ലയിലുടനീളം സ്ഥിതി ഇതുതന്നെയാണ്. എവിടെയും സ്പ്രിംഗ്ലർ സൗകര്യമില്ല. അങ്ങനെ ഞാൻ മണ്ണ് നനച്ചുകുഴച്ച് ഒരു സ്പ്രേയർ വഴി മരുന്ന് തളിച്ചു. ഞങ്ങൾ 250 മില്ലി അഭിമാൻ ഒരു ടാങ്കിൽ കലർത്തി തളിച്ചു. അതിനുശേഷം 30 ദിവസത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും അഭിമാൻ നൽകി. ഈ അഭിമാൻ മരുന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം സസ്യങ്ങളുടെ വേരുകളുടെ വികസനം നല്ല രീതിയിൽ സംഭവിക്കുന്നു. വേരുകൾ ശക്തമായി വികസിക്കുന്നു. കൂടാതെ ഇത് സസ്യത്തിന്റെ മുഴുവൻ വളർച്ചയെയും പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സസ്യങ്ങളെ നോക്കിയാൽ വേരുകളുടെ വളർച്ചയും മുകളിലുള്ള ചെടിയുടെ വളർച്ചയും നല്ല നിലയിലാണെന്ന് വ്യക്തമാണ്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കാണാൻ കഴിയും. ഏകദേശം 45 ദിവസത്തിനു ശേഷം ചെടി പൂക്കാൻ തുടങ്ങുമ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ FL77 എന്ന മരുന്ന് ഉപയോഗിക്കുന്നു. പൂവിടുന്നതിനും പിന്നീട് കായ്കളുടെ രൂപീകരണത്തിനും കായ്കളുടെ വലുപ്പം, ഗുണനിലവാരം, നിറം എന്നിവ നല്ല രീതിയിൽ ലഭിക്കുന്നതിനും ഈ മരുന്ന് വളരെയധികം സഹായിക്കുന്നു. ഈ രീതിയിൽ ഈ 2 മരുന്നുകളും ശരിയായ സമയത്ത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ കൃഷി തുടരുന്നു. തൽഫലമായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളും ഉയർന്ന വിളവും ലഭിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മുളക് കൃഷിയിൽ ആദ്യ വിളവെടുപ്പിൽ ഞങ്ങൾക്ക് 2 കെട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. രണ്ടാമത്തെ വിളവെടുപ്പിൽ ഏകദേശം 3 കെട്ടുകൾ ലഭിച്ചു. എന്നാൽ ഈ വർഷം FL77 ഉപയോഗിച്ചതിനു ശേഷം ആദ്യ വിളവെടുപ്പിൽ തന്നെ എനിക്ക് 3 കെട്ടുകൾ ലഭിച്ചു. അതുപോലെ രണ്ടാമത്തെ വിളവെടുപ്പിൽ എനിക്ക് 5 മുതൽ 6 വരെ കെട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങളുടെ വിളവ് ഗണ്യമായി വർദ്ധിച്ചുവെന്നതിൽ സംശയമില്ല. ഈ വർഷത്തെ കായ്കൾ ഗുണനിലവാരം നോക്കിയാൽ വ്യത്യാസം വ്യക്തമാണ്. ഇപ്പോൾ എന്റെ കയ്യിൽ 7 മുളകുകളുണ്ട്. പക്ഷേ അവ വളരെ വലുതും എന്റെ കയ്യിൽ പിടിക്കാൻ കഴിയാത്തത്ര നിറഞ്ഞതുമാണ്. പഴങ്ങളുടെ വളർച്ച വളരെ നല്ലതാണ്. മാത്രമല്ല ഈ മുളകുകൾ പച്ചയും വളരെ നല്ല ഗുണനിലവാരവുമുള്ളപ്പോൾ നല്ല ചുവപ്പ് നിറത്തിൽ ലഭ്യമാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ ഇത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. 15 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ FL77 മരുന്ന് ഉപയോഗിക്കുന്നു. പൂക്കൾ കൊഴിഞ്ഞുപോകുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. ഇലകളും പൂക്കളും നല്ല നിലയിൽ നിലനിർത്തുന്നു. 15 ദിവസത്തെ ഇടവേളകളിൽ ഞാൻ ഇത് 3 തവണ ഉപയോഗിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു ആഴ്ച മുമ്പ് ഫലം പറിച്ചു. നാളെ ഞങ്ങൾ വീണ്ടും വിളവെടുക്കാൻ പോകുന്നു. ചെടിയുടെ വളർച്ചയും കായ്കളുടെ ഗുണനിലവാരവും വളരെ നല്ലതാണ്. ഈ വർഷത്തെ മികച്ച വിളവിന് പ്രധാന കാരണം ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന APKS ജൈവ വളങ്ങളാണ്.